അപ്പം സമയം 5:30 മണി. ഇന്ന് ഉച്ചക്ക് 3 മണിക്ക് വയനാട്ടിലേക്ക് ടെൻ്റ് അടിക്കാൻ പോകുന്ന പറഞ്ഞ ഡ്രൈവർ എത്തിയപ്പോൾ സമയം 5 മണി. ഇപ്പോൾ താമരശ്ശേരി കൂടെ ഇങ്ങനെ മുക്കി മൂളിയും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താവോ എന്തോ നമ്മളെപ്പോൾ എത്തൂടാ. വയനാട്ടിൽ പടിഞ്ഞാറത്തറ ആ ഭാഗത്ത് എവിടെയോ പോയൊരു ടെൻ്റ് സെറ്റ് ചെയ്യണം. അവിടുന്ന് ഗ്രില്ലടിക്കണം. ഇന്ന് രാത്രി അവിടെ സ്റ്റേ അടിക്കണം. രാവിലെ പൊടിയും തട്ടി എണീറ്റ് വരണം. മറ്റേ സാൾട്ട് ആൻഡ് പെപ്പർ സിനിമ അല്ലേ, ആ സിനിമയിലുണ്ട് മറ്റേ 2 അടി അടിച്ചാലേ പാട്ട് പാടും. അല്ല പിന്നെ ഈ ഓരോരോ ഗട്ടറിൽ വീഴുമ്പോഴേ പാട്ട് പാടും. അതേപോലെ ഗട്ടറിൽ വീഴുമ്പോൾ മാത്രം ഓണാവുന്നൊരു ലൈറ്റ്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മള് പടിഞ്ഞാറത്തറ റൂട്ടിൽ വയനാട്ടിൽ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം രാത്രി ഇരുടായി. പിന്നെ എന്താ മഞ്ഞൂറാ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് കിട്ടിയത്. പടിഞ്ഞാറത്തറ അടുത്തുള്ള മഞ്ഞൂര എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെയാണ് നമ്മളിന്ന് ടെൻ്റ് അടിക്കുന്നത്. ബാക്കിക്കാർ പോയി നോക്കിയ ഫസൽ ഏതായാലും അങ്ങോട്ട് എത്താന്നാണ് പറഞ്ഞത്. നമ്മളേതായാലും അങ്ങോട്ട് പോവുകയാണ്. ആക്ച്വലി നല്ല തണുപ്പുണ്ട് അവിടെ. നാട്ടുകാർ മറ്റേ എന്താ തീയൊക്കെ കാഞ്ഞുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് എന്താണാവോ അവസ്ഥ. സമയം 7 മണി. പുറത്ത് നല്ല തണുപ്പാ. ഗ്ലാസ് താത്തണ്ട. അതെ, ഫസല് ഫുൾ സെറ്റായിട്ടാ വന്നത്. എന്താ ബേക്കിൽ നിറച്ച് സാധന. ഏതായാലും ഇങ്ങോട്ടോ എന്തോ തട്ടിക്കിടന്നുണ്ടോ. കാപ്പിത്തോട്ടല്ലത്, കാപ്പിയല്ലത്. ക്യാമ്പ് മാനേജർ ഹലോ. നല്ല ഇനം ക്യാമ്പുകൾക്ക് ബന്ധപ്പെടുക. അതെ, ഇത്രയും സാധനങ്ങളാ ഇതിൽ. ഇത് നമ്മൾ കൊണ്ടുവന്ന ചിക്കൻ ഗ്രില്ലടിക്കാനുള്ള ഗ്രില്ല്. ഇതുപോലെ ഡ്രസ്സാ, കുപ്പി, ടെൻ്റും സാധനമൊക്കെ ഇതിനകത്തായിരിക്കും. ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത് എനിക്ക്. യെസ് ഗൈസ്, പടിഞ്ഞാറത്തറ ഡാമിൻ്റെ സൈറ്റിലാണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത്. നമ്മുടെ ബനാസുര സാഗർ ഡാമിൻ്റെ സൈഡിൽ. കുർസിയാണത്. അപ്പോൾ ഇതാണ് ഡാം. ടോർച്ച് അതൊന്നും ഒരു കാര്യമില്ല. എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്നതാണ് ഡാം. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി ടെൻ്റ് അടിക്കുക. ഇത് ഡെക്കാത്തലോൻ്റെ അല്ലേ? അല്ല, കുർസി കസാര. ഓ നമ്മൾ ദുബായ്ക്കാരനാണല്ലോ അല്ലേ. ദുബായ് ഐറ്റംസ്. തൊട്ടപ്പുറത്താട്ടോ ബനാസുര സാഗർ ഡാം. ഈ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണാത്തതാ. അടുത്തതായി നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതെന്താ കരിയില്ലേ? പോയി ചുരാനുള്ള കരി. ഇതുണ്ടായിട്ട് അടി ഇവക്കടി അടിയടാ. അങ്ങനെ ഫസലിൻ്റെ അശ്രാന്ത പരിശ്രമം കാരണം നമ്മളെ ടെൻറ്റ് സെറ്റായിരിക്കുകയാണ്. ടെൻറ്റിൻ്റെ അത് അത്യാവശ്യം ഉണ്ടല്ലേ. 8 പേഴ്സണാണ്. 8 ആളൊക്കെ പോയിട്ടുണ്ട് പറയാ. പക്ഷെ 6-5 പോവാം. അങ്ങനെ ടെൻ്റായി. അടുത്തതായി മണിയറ ഒരുക്കൽ. അത് വേറെ എനിക്ക് മറ്റേ ഡയലോഗ് ഓർമ്മ വരുന്നത്. ഫസൽ ഇല്ലായിരുന്നെങ്കിലോ കിലോ അതിസാഹസികമായ ഈ സ്ഥലം എനിക്ക്. ഈ ഡാമിലേക്കൊന്നും അടിച്ചാ എവിടെ നമുക്ക് പകല് കാണാൻ ഡാം രാവിലെ. ഇനി നമുക്ക് നാട്ടിൽ നിന്ന് താങ്ങി പിടിച്ച് കൊണ്ടുവന്ന ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്യണം.
സമ്മാനം കൊടുക്കുന്ന സമ്മാനം കൊടുക്കുന്ന പോലെ. അതല്ല രസം. കൊണ്ടുപോകാരാ എത്തി കൊണ്ടേ വെക്ക് വെക്ക്. എവിടെ വെക്കാം? ഇവിടെ തന്നെ വെക്ക്. ചിക്കനൊന്നും സ്മെല് ചെയ്ത് നോക്കട്ടോ. ചിക്കൻ വേണം. ക്യാമറ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുപോകാതാ. ഇതിന്റെ കുറച്ച് വിഷയമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ അൺബോക്സിംഗ് ആണ്. ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ആ കേടാ ഇങ്ങനെ പറയണോ? അല്ല, ഈ സന്തോഷം തിന്നു കഴിഞ്ഞിട്ട് ഉണ്ടാവണേ എന്നുള്ള അപ്പത്തെ പ്രാർത്ഥന. മസാല എങ്ങനെ പാളിക്കെങ്കിലേ രാമന്റെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പ്രശ്നമല്ല. ചാർക്കോളിന് തീ പിടിപ്പിക്കുകയാണ് ഗൈസ്. ലാബില് പോയി സോൾഡർ ചെയ്യുന്ന ഞാനപ്പോ ഇവിടെ മരം കെട്ടി അക്ബർ തീ കായാനുള്ള വിറക് സെറ്റാക്കാണ് ഗൈസ്. ഇനി കോഴി പാരത്തെ കോഴിയാ മോനെ പറഞ്ഞ് 2 കിലോ കോഴിയാ കാണണേ. രണ്ടൊന്നല്ല എടാ, ഒരു പീസ് തന്നെ ഇത് 4 ഈ പഞ്ചായത്തിൽ എല്ലാവർക്കും കൊടുക്കാം. എന്റെ മോനെ ഇത് പൊളി കേട്ടോ. ഇത് 2 വെക്കാൻ പറ്റുള്ളൂ. ഈ കണല് കേട്ട് എടുത്തപ്പോയി അങ്ങനത്തെ ചിന്തിച്ചു. ഞാൻ പറയാനേ മറന്നുപോയി. അത് കുഴപ്പമില്ല. 2 ഇതിന്റെ മുകളിൽ നമ്മൾ കമ്പിമ്മ കുറക്കാം. കമ്പിയുണ്ട്, പക്ഷെ കമ്പിയിൽ എന്ത് ഈ കോയിനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് അവന്മാർ വിറക് ശേഖരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആദിമ മനുഷ്യരുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അത് ഇതിലും കഷ്ടമായിരുന്നു കേട്ടോ. തൽക്കാലം നമുക്ക് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കനെ ശ്രദ്ധിക്കാം. അതായത് കോഴി എന്നൊക്കെ പറഞ്ഞാൽ ഇതാ നമ്മുടെ പരുത്ത കോഴി. അവിടുന്ന് 2 ലൈറ്റ് അങ്ങനെ വരണുണ്ടോ? ആ, അതാണ് വിറക്. ഇവിടെ നമുക്ക് തീ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വിറകാണ് വരുന്നത്. യെസ്. എന്താണ് മുളയോ? ഇതെല്ലാം ഇപ്പൊ അവിടെ വെട്ടിക്കൊണ്ടുവരിക. ശാന്തന്മാര് അങ്ങനെ കോഴി അതിനകത്ത് കടിക്കുകയാണെന്ന്. അത് പോയി കമ്പിയെ കുറച്ച് ചുടാൻ പറ്റതാ. കോഴി തീക്കാട്ട് വീടും. അതാ സംഭവിച്ച വിടാ. അത് കിട്ടില്ല. അങ്ങനെ കിട്ടില്ല. ഗ്ലൗ എടുത്തില്ല. അത് തീരുമാനമായി കിട്ടോ. അത് വെന്ത് ഈ മുള പൊട്ടി മേലൊക്കെ നിറക്കിയ അത് സെറ്റായില്ലേ? ഇല്ല, അങ്ങനെ ഏകദേശം 1 മണിക്കൂറാണടാ. അങ്ങനെ ഏകദേശം 1 മണിക്കൂറൊക്കെ ആയി. അതെ, ചിക്കൻ സെറ്റായി. ഇനി ഈ സാധനം വയറ്റിലാക്കണം. നല്ല വിശപ്പുണ്ട്. ഇവിടെ എടുത്തുണ്ടാക്കണ എടുത്ത് ചാമ്പുക. ഇതിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചൂരിയിട്ടേ തീ കെട്ടോ. കഴിക്കില്ല അവസരം? യെസ്. പൊറോട്ടയുണ്ട്, ചിക്കനുണ്ട്, ഗ്രേവി ഉണ്ട്, ഇതെല്ലാം പാകം ചെയ്ത ഫസലുണ്ട്. നമ്മുടെ മുതലാളി അക്ബർ ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. എവിടെ നിന്ന് തുടങ്ങും? കണക്കാ. അപ്പോൾ സാധനം അതാക്കി ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചാൽ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയാ പുറത്ത് നല്ല മഞ്ഞ. പക്ഷെ എന്ന് വെച്ചിട്ട് തണുപ്പൊന്നും ഇല്ല കേട്ടോ. വയനാട്ടിൽ ഇങ്ങനെ തണുപ്പ് കുറവായിരുന്നു. അതെ അല്ലേ? ഞാൻ വരുമ്പോഴേ ആലോചിക്കുന്നു തണുപ്പ് പറയണെങ്കിലേ രാവിലെ എന്ത് പറയും നോക്കാം. വിഷമാണ് തീരും. ഇത് രണ്ടും
ഗ്രേവിയിൽ മുക്കുക. സെറ്റ് സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. അവൻ്റെ കുടിക്കാൻ നല്ല ഡൂ ഉണ്ട്. എന്നിട്ട് തിന്നു നോക്കട്ടെ. വെള്ളമുണ്ട്. അങ്ങനെ ഭക്ഷണം നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഇനി കിടന്നുറങ്ങണം. സമയം എത്രടാ? 1 മണിയോ 12 മണിയോ? സമയം മീൻസ് 12:33. തണുപ്പുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ടീ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടായി. തൊട്ടപ്പുറത്ത് ബനാസുര സാഗർ ഡാമുണ്ട്. ഇതിൻ്റെ വിഷ്വലൊക്കെ രാവിലെ കാണാം ഡീറ്റെയിൽ ആയിട്ട്. ഇന്നെ പോലും കാണില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഗുഡ് നൈറ്റ്. എന്താണ് നിനക്ക് തണുപ്പില്ലാത്ത? ഞാൻ സെറ്റർ പിന്നാലെ എടുത്തിട്ടതാണ്. ഞാൻ കടന്നപ്പെട്ടില്ല. പിന്നെ പിന്നടുപ്പ് അങ്ങനെ എണീറ്റിട്ട് എന്റെ അകത്തൊക്കെ വെള്ളം കിരിഞ്ഞിട്ടേ എന്റെ പൊന്നോ. കാലും തലേന്ന് എവിടെയും തൊടരുത്. ഞാൻ 4 വട്ടം എണീറ്റുണ്ട് ഇതിന്റെ ഇടയില്. ഞാൻ ഇതിന്റെ അടുക്ക് എന്തോ എണീച്ചു തണുത്തിട്ട്. അപ്പൊ ഞാൻ വെച്ച പുതപ്പുണ്ടല്ലോ, ആ പുതപ്പ് എടുത്തിട്ട് എന്റെ കാലിലിട്ടു. പിന്നെ നിന്റെ കാലിലേക്ക് ഇട്ടു. ഞാൻ കണ്ടു കാലിലെന്തോട്ട് കണ്ടു. ഞാൻ വെച്ചിട്ട് നിന്റെ കാലിലേക്ക് എത്തിയില്ല. ഞാനാണെങ്കിൽ ഇതിനാണെങ്കിൽ അങ്ങേ മൂലൊക്കെ ഉള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ ഈ ബനാസുര സാഗറിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അവിടെയാണ് ടെൻ്റ് അടിച്ചിരുന്നത്. നേരം പുലർന്നുകൊണ്ട് തുടങ്ങി. സൂര്യൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നല്ല തണുപ്പുണ്ട്. ഇന്നലെ രാത്രി നന്നായിട്ട് മഞ്ഞും ഉണ്ടായിരുന്നു ഈ സാധനമൊക്കെ വെച്ചിട്ടേ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ചുമയും പരിപാടികളൊക്കെ ഉണ്ട്. ഏതായാലും സെറ്റാണ്, വൈബാണ്. സൂര്യൻ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വരാനുണ്ട്. ഉറക്കം നന്നായിട്ട് മോശമായിട്ടുണ്ട് ഇന്നലെ. ഉറക്കമൊക്കെ എമ്മാ തണുപ്പാന്നാ. ടെൻറ്റിൻ്റെ അകത്തേക്കൊക്കെ തണുപ്പ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ സ്വെറ്റർ ഇട്ടിട്ടും അതേപോലെ പുതപ്പ് വെച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. രാവിലെ തന്നെ പഹയന്മാർ ഇര പിടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഇന്നത്തെ സുപ്രഭാതം പൊട്ടി വിടരുന്നത്. കേറില്ല. നീലപൊന്മാനെ കണ്ടു. ഈ വെട്ടി വെക്കുമ്പോൾ ഒരു പോക്ക ഇത്ര ദൂരത്ത് നിന്ന് ഇരുന്നിട്ടാണ് പോവുക. ഇത് ഫോണിൽ നോക്കിയിട്ട് ഇറങ്ങിയിട്ട് നേരെ പെർപെൻഡിക്കുലറായിട്ടാണ് പൊങ്ങുന്നത്. കണ്ടോ കണ്ടോ? കാലുകൊണ്ടാ പിടിക്കാൻ. കിട്ടി 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 ഉണ്ട്, തൊള്ളാലുണ്ട്. ആ അതെ, ആ നേരെ പിടിച്ചു. നിന്നെയും കൊണ്ടതാ പോയില്ലേ. എന്തോരം കാഴ്ചകളാ, എത്ര കണ്ടാലും മതി വരികയല്ല. തീ കഴിയാതിരിക്കാൻ പറ്റുന്നില്ല. അവന്മാർ വിറക് ശേഖരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളത് ഇവിടെ ടെൻ്റ് അടിച്ചു. പക്ഷേ അമ്മോ മുള പൊട്ടിയതാ. എൻ്റെ അമ്മോ പേടിച്ച്. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. പറയാൻ വന്നതും മറന്നുപോയി. അപ്പം ഇനി അടുത്ത പരിപാടി ക്ലീനിങ് നോക്കി വെക്കണം. അതെ, പോയി 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 ചവിട്ടല്ലേ. വെള്ളത്തിൻ്റെ തണുപ്പൊന്നുമില്ലല്ലോ, അവരുടെ മുഖ്യമാണ്. വെള്ളത്തിന് വലിയ തണുപ്പൊന്നുമില്ല.
അപ്പോൾ ഗൈസ്, ആക്ച്വലി സ്പീക്കിംഗ് ദിസ് ഈസ് നോട്ട് എ പബ്ലിക് പ്രോപ്പർട്ടി. ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ട് നമ്മളോട് ടെൻ്റ് അടിച്ച കണ്ട ആരും ബനാസുര സാഗർ ഡാമിൽ ടെൻ്റ് അടിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് പായരുത്. കാരണം കഥ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എൻ്റെ തൊട്ട് പിന്നിൽ ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ പുള്ളിക്കാരനും ടീമും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഈ നാട്ടുകാരുടെ സഹായത്തോടൊക്കെ കൂടിയിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാറുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മളോട് ഇങ്ങ് പോരാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത്. ഇവിടേക്കുള്ള വഴിയോ ഇതൊന്നും ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. സോ ആരും ഇത് കേട്ട് ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ദയവ് ചെയ്ത് ചാടി പുറപ്പെടരുത്. അതൊരു റിക്വസ്റ്റാണ്. സോ അതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡാമിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടൊരു കുളി പാസ്സാക്കാൻ പറ്റുമെന്ന് ഞാൻ വെറുതെ പുള്ളിക്കാരനോട് ചോദിച്ചായിരുന്നു. പുള്ളിക്കാരനൊക്കെ ഇന്നലെ രാത്രി ഇവിടെ നമ്മൾ പോയി ചുറ്റി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഞ്ഞ വീഴ്ചയും ഇതൊക്കെ അധികമായതുകൊണ്ടും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ അവർക്ക് ഈ വീഡിയോൻ്റെ അകത്ത് വരാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടും മാത്രമാണ് ഞാനത് എടുക്കാതിരുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ വെറുതെ ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, ഇപ്പം ഈ ഡാമിൻ്റെ അകത്ത് കുളിക്കലും ഒക്കെ നിരോധിച്ചാണ്. ഇതിന് മുമ്പ് ആൾക്കാർ ഇവിടെ ഇറങ്ങി കുളിക്കലൊക്കെ ഉണ്ടായിരുന്നു പോലും. അപ്പോൾ വർഷത്തിൽ ഏകദേശം ഒരു 5-6 ആൾക്കാരോളം ഈ ഡാമിൻ്റെ അകത്ത് പോവാറുണ്ട്. പുള്ളിക്കാരൻ തന്നെ കണ്ടിട്ടുണ്ട് പോലും 3 പേര് അങ്ങ് ആണ്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. കാരണം ഡാമാണ്, അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദിസ് ഈസ് നോട്ട് എ പബ്ലിക് പ്രോപ്പർട്ടി. ആരും കൊണ്ട് ചാടി പുറപ്പെട്ട് വരരുത്. ഇവിടെ 2 പേര് ഡാം തൂർക്കാൻ വേണ്ടി കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ്. വാ, നൈസ് നൈസ് നൈസ്. തൂർക്കാന്ന് ഇവിടെ പറയല്ല, നമ്മുടെ നാട്ടിലൊക്കെ തൂർക്കാന്ന് വെച്ചാൽ നികത്തുക. അക്ഷരത്തിന് ചെറിയ പ്രശ്നമുണ്ടല്ലേ? അയ്യന്റെ മോനെ, വളി വളി വളി. അതെ, 3-4. താങ്കളൊരു സകലകലാ വല്ലഭൻ തന്നെ. കൊള്ളാലോ. എടാ, നല്ലോണം സൂര്യൻ വന്ന അവിടെ ആ മലകളൊക്കെ കാണാൻ പറ്റുമോ? ഫസലെ, സൂര്യൻ നല്ലോണം വന്ന ആ മലകളൊക്കെ കാണാൻ പറ്റുമോ? ആഹാ, രാവിലെ തന്നെ നമുക്ക് 2 അതിഥികളുണ്ട് ഗൈസ്. ഫസലെ, നിന്റെ നേർക്കാട്ടോ. ഇതിപ്പോ എന്റെ നേർക്കാക്കോ? എന്റെ അടിക്കോ? ഇതിപ്പോ ആര് പറഞ്ഞ വെച്ചേക്കില്ല. കിടന്നോട്ടെ. ഇയാളെന്താ കസാര തിന്നാനുള്ള പരിപാടി കേട്ടോ. എന്റെ കൂട്ടാളി പോയടോ. എന്താക്കും? സാധാരണ പുലി ഇറങ്ങാറാ പതിവ്, ഇത് പശു ഇറങ്ങി. അപ്പൊ ടാറ്റ ബൈ ബൈ. വന്ന പശുവിനെ പറഞ്ഞേച്ച് ഇനി നമ്മൾ പാക്കിങ്, ടെൻറ്റിൻ്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുക, ടെൻറ്റും എടുക്കുക, പൂട്ടിക്കെട്ടുക, പുരേ പോവുക. അതെ, ടെൻറ്റ് മടക്കുന്ന അത്യപൂർവമായ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എടാ, ഇത് പിടിച്ചെന്നില്ല, വീണ പ്രശ്നമുണ്ടോ? എന്നാലും എനിക്കിതാ സമയം 9 മണി ആയിട്ടില്ലേ, ഡാമിലത്തെ കോട പോയിട്ടില്ല. അങ്ങനെ മടുക്കി ചുറ്റി ഒരു കോല് പരിവാക്കി. അപ്പോൾ അതെ,
കൂട്ടിക്കെട്ടി നമ്മൾ പോവുകയാണ്. ഇവിടെ ആയിരുന്നു നമ്മുടെ ടെൻ്റ് ഉണ്ടായിരുന്ന സ്ഥലം. ഇത് നമ്മൾ കോഴി ചുട്ട സ്ഥലം. അതെ, ഇത് നമ്മൾ മറ്റേ തീ കാഞ്ഞ സ്ഥലം. ഇവിടെ ആയിരുന്നു നമ്മൾ കോഴി ചുട്ട സ്ഥലം. അപ്പം അങ്ങനെ മനോഹരമായ ഒരു ടെൻറ്റിങ് ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് തന്ന ഫസലിനും നന്ദി ചോദിക്കൊണ്ട് ഞങ്ങളിതാ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാ വേസ്റ്റും അതേപോലെ പെറുക്കി കൊണ്ടുപോകണം. എല്ലാ കുപ്പിയായി എല്ലാ കവറും സാധനമൊക്കെ എടുത്തില്ലേ? അതെ, ഒരേ ഒരു സാധനം വാങ്ങിയാൽ മതി. അതെ, ഇവിടെ ആയിരുന്നു നമ്മൾ ടെൻ്റ് ഉണ്ടായിരുന്ന സ്ഥലം. ഇത് നമ്മൾ കോഴി ചുറ്റ സ്ഥലം. ഇത് നമ്മൾ തീ കാഞ്ഞ സ്ഥലം. അങ്ങനെ നമ്മളെ ക്യാമ്പിങ് കഴിഞ്ഞ് ഇപ്പോൾ അതെ സമയം 9 മണി കഴിഞ്ഞു. നമ്മളങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ലൊരു ഇതാണത് എന്ന് പറഞ്ഞ പോലെ. പോവാം പോവാം. ഇതേ ഈ പോച്ചൻ്റെയും പുല്ലിൻ്റെയും ഒക്കെ ഇടയിൽ കൂടെ വേണം നമുക്ക് പോവാൻ. എടാ വന്ന വഴി മറക്കരുതടാ. ഞാൻ വിറക് വെട്ടാൻ പോയ ഓർമ്മയില്ല. അത് അയ്യോ, അങ്ങനെ വിശപ്പിൻ്റെ മൂച്ചിൽ ഭക്ഷണം കഴിക്കുന്നതൊക്കെ അടിക്കാൻ പറഞ്ഞു. അപ്പം എന്നാ തുകയല്ലേ നീ? അങ്ങനെ ഈ ക്യാമ്പിംഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ ദ ക്യാമ്പ്. അപ്പോൾ ഓക്കെ ബൈ.